ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ 70-ാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ചരിത്രപ്രസിദ്ധമായ 70-ാമത്തെ എപ്പിസോഡിലെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ജാസ്മിൻ്റെയും റസ്മിൻ്റെയും വീട്ടുകാർ വന്ന നാടകീയ സംഭവങ്ങൾ തന്നെയാണ്. പതിവിന് വിരുദ്ധമായി ജാസ്മിന് ഉറക്കം എണീറ്റപ്പോൾ തന്നെ ജാസ്മിൻ്റെ ഉപ്പയെയും ഉമ്മയെയും വീടിനകത്തേക്ക് കയറ്റിവിടുകയും മാക്സിമം സമയം ബിഗ് ബോസ് വീടിനുള്ളിൽ നിർത്തി പുറത്തെ കാര്യങ്ങൾ മുഴുവൻ ജാസ്മിന് കൈമാറാൻ അവസരം നൽകിയ ബിഗ് ബോസിനിരിക്കട്ടെ ഇന്നത്തെ ഒരു കുതിരപ്പവൻ. ജാസ്മിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ഹൗസിൽ കയറിയ മറ്റൊരു കുടുംബമാണ് റസ്മിൻ്റെ കുടുംബം. എങ്കിലും അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന് ലൈവും എപ്പിസോഡും കാണുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. കയറിയ പാടെ ഉള്ള മാലയിടിയിൽ പാവ കൊടുക്കൽ ഫോട്ടോ മാറ്റൽ നാടകവുമല്ലാതെ മറ്റെന്താണ് ഇന്ന് നടന്നത്? മറ്റൊന്നുമില്ലായിരുന്നു. പാവ കൈമാറൽ, പിന്നെ പാവയുടെ സവിശേഷത, പിന്നെ മാല കൈമാറൽ, കിടന്ന മാല ഊരിമാറ്റൽ, ഇതൊക്കെ തന്നെയാണ് ഇന്ന് പ്രധാനമായും നടന്ന സംഭവങ്ങൾ. പിന്നെ ഒരു പാവം പിടിച്ച ഒരു എക്സ് കണ്ടസ്റ്റൻറ്റിൻ്റെ ഫോട്ടോ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു. ഇതല്ലാതെ മറ്റെന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? മറ്റൊന്നും നടന്നില്ല എന്നതാണ് സത്യം. അവർ കെട്ടിപ്പിടിച്ച് കട്ടിലിൽ കിടക്കുന്നു, സോഫയിലിരിക്കുന്നു. വീട്ടുകാര്യങ്ങൾ മുഴുവൻ പങ്കുവയ്ക്കുന്നു. നാട്ടുകാര്യം മൊത്തം കൈമാറുന്നു. പുറത്തുള്ള സപ്പോർട്ട് ഇൻഡയറക്റ്റായും ഒക്കെ പറയുന്നു. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ബിഗ് ബോസ് ജാഫർ ഖാനെ കൺഫെഷൻ റൂമിൽ വിളിച്ചൊരു താക്കീത്. അങ്ങനെ താക്കീത് കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ താക്കീത് ചെയ്യാമല്ലോ. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് താക്കീത് നൽകേണ്ടത്. ജാസ്മിനെ പോലെ മികച്ച ഒരു ഗെയിമറും വ്യക്തിത്വവും മറ്റാർക്കുമില്ല എന്ന് പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുന്നു. ഇന്നത്തെ എപ്പിസോഡും ദിവസവും ജാസ്മിന് വേണ്ടി ബിഗ് ബോസ് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ഗബ്രി എന്ന പാവം കണ്ടസ്റ്റൻറ്റ് യഥാർത്ഥത്തിൽ ജാസ്മിന് വേണ്ടി ബലിയാടായതായി ഇന്നത്തെ ദിനത്തിലൂടെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ 50 ദിനങ്ങൾ വാഴത്തോട്ടത്തിൽ ഇരുവരെയും ഇരുത്തി ക്യാമറ ഫോക്കസ് ചെയ്ത് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമാക്കി. 50 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാവം ഗബ്രിയെ എടുത്ത് ദൂരെ കളയാനുള്ള വഴി ബിഗ് ബോസ് തന്നെ തുറന്നു കൊടുത്തു. ഗബ്രി അതിൽ വീഴുകയും ചെയ്തു. ഗബ്രി പുറത്താവുകയും ക്രമേണ ജാസ്മിനെ പോസിറ്റീവ് ആക്കുകയും ചെയ്തു. ഈ മാലയിടിയിൽ നാടകവും ഫോട്ടോ മാറ്റൽ നാടകവും ബിഗ് ബോസ് അറിയാതെ സംഭവിക്കുമോ? ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു ഗബ്രിയുടെ ഫോട്ടോ. അതെടുത്ത് മാറ്റാൻ ആരാണ് ജാഫർ ഖാന് അധികാരം നൽകിയത്? പുറത്തുനിന്ന് വന്ന ഒരാൾ എന്ന നിലയിൽ ജാസ്മിൻ്റെ ഉപ്പയ്ക്ക് അതിന് അധികാരമുണ്ടോ? അതും മറ്റൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഫോട്ടോ. വേണമെങ്കിൽ ബിഗ് ബോസിനോട് അപേക്ഷിക്കാം ആ ഫോട്ടോ ജാസ്മിൻ്റെ അടുത്ത, അല്ലെങ്കിൽ ജാസ്മിനോട് പറയാം ആ ഫോട്ടോ ഇനി എടുക്കരുത്, ജാസ്മിൻ്റെ എടുത്ത് മാറ്റാം. ഇത് അവിടെ ബിഗ് ബോസ് ഹൗസിലിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ എക്സ് കണ്ടസ്റ്റൻ്റിൻ്റെ ഫോട്ടോ, അത് ബിഗ് ബോസ് കൊടുത്ത ഫോട്ടോയാണ്. ബിഗ് ബോസ് ആ വീടിനുള്ളിൽ ഗബ്രിക്ക് എന്തോ ആവശ്യത്തിന് കൊടുത്ത ഫോട്ടോയാണ്. അത് ബിഗ് ബോസിനല്ലാതെ മറ്റാർക്കും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ അധികാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതോ ഇനി പ്രത്യേക അധികാരം വല്ലതും ജാഫർ ഖാന് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. വേണമെങ്കിൽ അപേക്ഷിക്കാം ആ ഫോട്ടോ ഒന്ന് എടുത്ത് മാറ്റട്ടെ എന്ന് വേണമെങ്കിൽ ബിഗ് ബോസിനോട് അനുവാദം ചോദിക്കാം. മറ്റൊരു ബിഗ് ബോസിലും ഇങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു അത്ഭുതമായി തോന്നുന്നത്. ഇതിപ്പോൾ ബിഗ് ബോസിനോട് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത് ജാഫർ ഖാൻ. ആ സ്റ്റോർ റൂമൊന്ന് തുറക്കൂ, ഞാൻ ഈ ഫോട്ടോ വയ്ക്കട്ടെ, ഇങ്ങനെയാണ് ജാഫർ ഖാൻ പറയുന്നത് കണ്ടത്. അങ്ങനെയൊക്കെ പറയാൻ ജാഫർ ഖാന് ബിഗ് ബോസിൽ എന്താണ് അധികാരം എന്ന് അറിയുന്നില്ല. ഇനി വല്ല പ്രൊഡ്യൂസറോ പ്രൊഡ്യൂസറോ ഡയറക്ടറോ വല്ലതും ആണോ എന്തോ ജാഫർ ഖാൻ. എന്തായാലും ബിഗ് ബോസിൽ വന്ന് സർവ്വ അധികാരങ്ങളും കാണിച്ചിട്ടാണ് ജാഫർ ഖാൻ പുറത്തു പോയത്. ജാസ്മിനോട് അവിടെ കൊണ്ടുവിട്ട ആൾ അഫ്സലാണെന്ന് പറയുന്നുണ്ട്. ജാഫർ ഖാൻ ബിഗ് ബോസിലല്ലാത്ത പുറത്തുള്ള ഒരാളുടെ പേരവിടെ പറയാമോ? അങ്ങനെയാണെങ്കിൽ അഥവാ പറഞ്ഞെങ്കിൽ തന്നെ അത് പ്രേക്ഷകർ കേൾക്കത്തക്ക വിധം ബിഗ് ബോസിന് സംപ്രേഷണം ചെയ്യാമോ? ഇന്നലെ സിജോയുടെ അമ്മയും അച്ഛനും വന്നപ്പോൾ സിജോയുടെ കൂട്ടുകാരൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആശംസ പറഞ്ഞപ്പോൾ പോലും ആ പേര് മൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പല പേരുകളും ആരുടെ പേര് മറ്റുള്ള കണ്ടസ്റ്റൻസോ അല്ലെങ്കിൽ വന്ന അച്ഛനോ രക്ഷകർത്താക്കളോ ഉച്ചരിക്കുമ്പോൾ അത് മ്യൂട്ട് ചെയ്യുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരാഴ്ചയായി.
പിന്നെ ഈ ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞപ്പോൾ മാത്രം ആ പേരുകൾ കുറച്ചുകൂടി ഉച്ചത്തിൽ ആളുകൾക്ക് കേൾക്കത്തക്ക വിധം സ്ട്രെസ് ചെയ്ത് എന്തിനാണ് കേൾപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ആ പേരുകൾ മ്യൂട്ട് ചെയ്യാൻ ലൈവിൽ പോലും ശ്രദ്ധിച്ചു. സിജോയുടെ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞത് ലൈവിൽ പോലും മ്യൂട്ട് ചെയ്താണ് കാണിച്ചത്. എന്നിട്ട് അതിന് ഉത്സാഹം കാണിച്ച BB എഡിറ്റർ എന്തുകൊണ്ട് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞപ്പോൾ മ്യൂട്ട് ചെയ്യാതെ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ ജാസ്മിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത 70-ാം ദിവസം കഴിഞ്ഞുപോയി എന്നതിൽ കൂടുതൽ ഒന്നും ഇന്ന് നടന്നില്ല. ഇനി നാളെ എന്തോ റാങ്കിങ് ടാസ്ക്കാണ്. റാങ്കിങ് ടാസ്കിൽ എന്തെങ്കിലും ഒക്കെ നടക്കും എന്ന പ്രതീക്ഷയോടെ ഓരോ ദിവസവും വെറുതെ പ്രതീക്ഷിക്കും പോലെ പ്രതീക്ഷിക്കാം. പ്രൊമോയിൽ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ എടുത്ത് വെട്ടി ഒട്ടിച്ച് കുറേ ഭാഗങ്ങൾ കാണിക്കും എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു എഡിറ്ററെങ്കിലും കിട്ടിയത് കൊണ്ട് പ്രൊമോയെങ്കിലും വൈറലാകുന്നു. അല്ലെങ്കിൽ പ്രൊമോയും പൊട്ടിപ്പൊളിഞ്ഞേനെ. എന്തായാലും ഇനി നാളെ എന്താണ് സംഭവിക്കുന്നത്, ആരാണ് 1-ാം സ്ഥാനത്ത് വരുന്നത് എന്നൊക്കെ നോക്കാം. ഇതുവരെ എല്ലാ സീസണിലും ഉണ്ടായിരുന്ന ഒരു ടാസ്ക് തന്നെയാണ് ഈ റാങ്കിങ് ടാസ്ക്. ഒന്നാമതെത്തുന്ന ആളായിരിക്കും ചിലപ്പോൾ അവസാനത്തെ ആൾ, അല്ലെങ്കിൽ അവസാനം എത്തുന്ന ആളായിരിക്കും ഒന്നാമത്തെ ആൾ. ഇനിയിപ്പം അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആരെ തിരഞ്ഞെടുത്താലും, പ്രേക്ഷകരെ ആരെ തിരഞ്ഞെടുത്താലും ബിഗ് ബോസ് തീരുമാനിക്കും ആര് 1-ാം സ്ഥാനത്തെത്തണം 2-ാം സ്ഥാനത്തെത്തണം എന്നൊക്കെ. അത് നേരിട്ട് വോട്ടിലൂടെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വോട്ടിന് വേണ്ടി അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഇട്ടുകൊടുക്കാൻ ബിഗ് ബോസിന് കഴിയും. അത് ബിഗ് ബോസ് വളരെ ഭംഗിയായി തന്നെ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ റോൾ ബിഗ് ബോസ് ഭംഗിയായി ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ഗെയിം, ബിഗ് ബോസിന് പ്രത്യേക താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, ഈ ഗെയിം ഷോ നടക്കുമ്പോൾ അതിലാര് വിജയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം അവിടെയുള്ള എഡിറ്റർക്കൊക്കെ കാണുമായിരിക്കും. അല്ലെങ്കിൽ എഡിറ്റർക്കോ ഡയറക്ടർക്കോ അല്ലെങ്കിൽ കൂട്ടായോ ആ ക്രൂ മെമ്പേഴ്സിനൊക്കെ അതുണ്ടാവുമായിരിക്കും. അതനുസരിച്ചായിരിക്കും ഒരു പക്ഷേ ഷോയുടെ പോക്ക്. ഇനി എന്തായാലും 1 മാസം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സീസണോടും കൂടി ബിഗ് ബോസിനോടുള്ള എല്ലാ സീസണിലും എല്ലാ പ്രേക്ഷകരും പറയുന്നതാണ്, ഇനി ഞങ്ങൾ ബിഗ് ബോസ് ഷോ കാണില്ല. എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്? പ്രേക്ഷകരോട് നീതി പുലർത്തുന്നില്ല. ബിഗ് ബോസ് എന്ന ഷോ ഒരിക്കലും പ്രേക്ഷകരോട് നീതി പുലർത്തുന്നില്ല. പ്രേക്ഷകരുടെ വോട്ട് കൊണ്ടാണ് വിജയിക്കുന്നത്. നിങ്ങളുടെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തി, നിങ്ങളാണ് ഞങ്ങളുടെ ധൈര്യം എന്നൊക്കെ ഘോരഘോരം പറയുന്നുണ്ട്. എങ്കിലും പ്രേക്ഷകർക്ക് ഒരു വിലയും നൽകുന്നില്ല ഈ ഷോ എന്നുള്ളതാണ് സത്യം. പ്രേക്ഷകരുടെ മനസ്സിന് നേരെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ആഗ്രഹത്തിന് വിപരീതമായി മാത്രമാണ് എപ്പോഴും ബിഗ് ബോസ് ഷോ പോയിട്ടുള്ളത്. ഇനിയും പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഗബ്രി അവിടെ വലിച്ചിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? മറ്റ് ഭാഷകളിലൊക്കെ തമിഴ് സീസണിലൊക്കെ ഇങ്ങനെ ഔട്ടായി പോയ ഒരു കണ്ടസ്റ്റൻസിനെ അവിടെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിക്ക് അവിടെ വലിച്ചിടുകയാണെങ്കിൽ തീർച്ചയായും അപ്പോൾ ബിഗ് ബോസ് ഇടപെടുന്നത് കണ്ടിട്ടുണ്ട്. അവരെ ഇതിലേക്ക് പിടിച്ചിടരുത് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന ഹോസ്റ്റ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ ഇവിടെ നിന്ന് ഔട്ടായി പോയ ആളിനെ എന്തിനാണ് ഇവിടെ വലിച്ചിഴക്കുന്നത്? അവർക്ക് അവരുടെ ഭാഗം ക്ലാരിഫൈ ചെയ്യാൻ അവസരം ഇല്ലാത്തടത്തോളം കാലം ഒരാളെയും ഇവിടെ ഈ ഗെയിമിനിടയിൽ വലിച്ചിഴക്കരുത് എന്ന് താക്കീത് നൽകുന്നത് കണ്ടിട്ടുണ്ട് മറ്റു ഭാഷകളിൽ. പക്ഷേ ഈ മലയാളം സീസണിൽ അതൊന്നും ഇല്ലേ? അതോ ജാസ്മിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണോ എന്നറിയില്ല. ആവശ്യമില്ലാതെ ഗബ്രിയുടെ പേര് വലിച്ചു വയ്ക്കുമ്പോൾ പുറത്ത് ഗബ്രിക്കൊരു ലൈഫുണ്ട്. ഗബ്രി എങ്ങനെയാണ് അവിടെ ഇതിനെയൊക്കെ അതിജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത കൂടി ബിഗ് ബോസിനോ അതിൻ്റെ പറയുന്ന കണ്ടസ്റ്റൻസിന് ഒരു പക്ഷേ അത് അറിയില്ലായിരിക്കാം. പക്ഷേ ബിഗ് ബോസ് അത് ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെടുന്നുമില്ല. പഴയ കണ്ടസ്റ്റൻസിനെ വലിച്ചിടരുത് എന്നൊരു താക്കീത് നൽകി കാണുന്നുമില്ല. അത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. മറ്റ് ഭാഷകളിലൊക്കെ അത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അതെടുത്ത് സൂചിപ്പിക്കുന്നത്. അവിടെ നിന്നും ഔട്ടായി പോയ ഒരു കണ്ടസ്റ്റൻസിനെ അവരെ ജീവിക്കാൻ വിടുക, അല്ലാതെ അവിടെ വീണ്ടും വലിച്ചഴച്ച് അതിനെ വീണ്ടും അവരെ നാറ്റിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ഈ ഒരു പ്രവണത നിർത്താൻ ബിഗ് ബോസ് തന്നെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിനു മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.